ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെപ്പിൾമെങ്ക്. നമ്മൾ ഇന്ന് കാലിൻ്റെ തൊടൻ്റെ തടി കുറയ്ക്കാൻ ഉള്ളതും പിന്നെ വയറ് കുറയ്ക്കാനുള്ള എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡിങ് എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഷൂസ് ഇടാൻ ശ്രദ്ധിക്കുക, ഓക്കെ? അല്ലെങ്കിൽ നമ്മൾ യോഗ മാറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, നമുക്ക് എക്സസൈസിലോട്ട് കിടന്നാലോ? സ്റ്റാൻഡിങ് റൈറ്റ് ലെഗ് റൈസസ് ആണ്. വയറുള്ളിലോട്ട് ടൈറ്റാക്കി പിടിക്കുക, നമ്മുടെ ഷോൾഡർ റിലാക്സ് ആക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ഇടത്തെ കാലിൽ വരുത്തുക. എന്നിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വലത്തെ കാല് സൈഡിലോട്ട് പൊന്തിക്കുക. അധികം പൊന്തിക്കണമെന്നില്ല, നമുക്ക് പറ്റുന്ന അത്ര പൊന്തിച്ചാൽ മതി. എന്നിട്ട് പതുക്കെ സ്റ്റാർട്ടിങ് പൊസിഷനിലോട്ട് വരിക. എന്നിട്ട് ഇത് 45 സെക്കൻഡ്സ് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ഇടത്തെ സൈഡിൽ ഈ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് ഇടത്തെ സൈഡത്തെ കാല് പൊന്തിക്കുക. അടുത്തതായി ഹെയ്സ്മാനാണ്. നമ്മുടെ കാല് നമ്മുടെ ഷോൾഡറിനെക്കാട്ടും വീതിയിൽ വിടർത്തി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഇടത്തെ കാല് ചെസ്റ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരിക. അതേസമയം നമ്മുടെ വലത്തെ കൈമുട്ട് ഇടത്തെ കാൽമുട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. സമയത്ത് നമ്മുടെ ബോഡി ബാലൻസ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. പിന്നീട് വലത്തെ കാല് പൊന്തിക്കുക, ഇടത്തെ കൈ വലത്തെ കാൽമുട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക.
and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast, I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something. അടുത്തതായി സ്റ്റാൻഡിങ് ക്രോസ് ബോഡി ഡോട്ട് ടച്ച് ആണ്. നമ്മളുടെ കാലുകൾ നമ്മളുടെ ഷോൾഡറിനേക്കാട്ട് വൈഡാക്കി വെക്കുക. അതിനുശേഷം നമ്മളുടെ വലത്തേ കൈ കൊണ്ട് ഇടത്തേ കാലിൻ്റെ പാദത്തിൽ ടച്ച് ചെയ്യുക. എന്നപ്പം നമ്മുടെ ഇടത്തേ കൈ മേലോട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഇടത്തേ കൈ കൊണ്ട് വലത്തേ കാലിൻ്റെ പാദത്തിൽ ടച്ച് ചെയ്യുക. ഇതൊരു 45 സെക്കൻഡ്സ് റിപ്പീറ്റ് ചെയ്യുക. അടുത്തതായി ഹീൽ ടച്ചാണ്. നമ്മുടെ കാല് ഷോൾഡറിനേക്കാൾ വീതിയിൽ വെക്കുക. എന്നിട്ട് ഇടത്തെ കാല് മുകളിലോട്ട് പൊന്തിക്കുക. അതേസമയം വലത്തെ കൈ കൊണ്ട് ഇടത്തെ കാലിൻ്റെ ഹീൽ ടച്ച് ചെയ്യുക. പിന്നീട് വലത്തെ കാല് പൊന്തിക്കുക. ഇടത്തെ കൈ കൊണ്ട് വലത്തെ കാലിൻ്റെ ഹീൽ ടച്ച് ചെയ്യുക. ഇത് ലോ ഇമ്പാക്റ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചുകൂടി ഹൈ ഇമ്പാക്റ്റ് ആണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഹീൽസ് ടച്ച് ചെയ്യുക ഓരോന്നായിട്ട്. ഓക്കെ, അതായത് നമ്മൾ ചെറുതായി ചാടിക്കൊണ്ട് ലെഫ്റ്റ് കാലിൻ്റെയും റൈറ്റ് കാലിൻ്റെയും ഹീല് ടച്ച് ചെയ്യുക. അടുത്തതായി ക്രോസ് ഓവർ ഡോട്ട് ടച്ച് ആണ്. നമ്മുടെ കാലുകൾ നമ്മുടെ ഷോൾഡറിനേക്കാട്ട് വൈഡായിട്ട് വെക്കുക. എന്നിട്ട് ഇടത്തേക്കാല് പൊന്തിച്ച് നമ്മുടെ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കാലിൻ്റെ പാദത്തിൽ തൊടുക. അതിനുശേഷം വലത്തെ കാല് പൊന്തിച്ച് ഇടത്തെ കൈ വലത്തെ കാലിൻ്റെ പാദത്തിൽ തൊടുക. ഇത് റിപ്പീറ്റ് ചെയ്യുക.
അടുത്തതായി സൈഡ് ലഞ്ചസ് ആണ്. കാലുകൾ നമ്മുടെ ഷോൾഡറിനേക്കാളും വീതിയിൽ വിടർത്തി വെക്കുക. കൈകൾ നമ്മുടെ ഊരയിലോ അതോ മുന്നിലോ വെച്ച് ബാലൻസ് എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ പിടിക്കുക. വയറുള്ളിലോട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് നമ്മുടെ വലത് കാലിൻ്റെ വശത്തേക്ക് ചരിയുക, പിന്നീട് ഇടത് കാലിൻ്റെ വശത്തേക്ക് ചരിയുക. ഇങ്ങനെ ഒരേ സമയം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഫസ്റ്റ് തന്നെ വലത്ത് വശത്തേക്ക് ഒരു കാലെടുത്ത് വയ്ക്കുക, എന്നിട്ട് ലഞ്ച് ചെയ്യുക, പിന്നീട് ഇടത് വശത്തേക്ക് കാലെടുത്ത് വയ്ക്കുക, അവിടുന്ന് നമ്മൾ അവിടേക്ക് ചരിയുക. ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്, അതുപോലെ ചെയ്താൽ മതി. അടുത്തതായി ലാറ്ററൽ ഷഫിൾ വിത്ത് ഗ്രൗണ്ട് ടച്ച് ആണ്. നമ്മുടെ കാല് ചെറുതായിട്ട് വിടർത്തി വയ്ക്കുക, കാൽമുട്ട് ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക, വയറുള്ളിലോട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് നമ്മൾ വലത്തോട്ട് ആണ് മൂവ് ചെയ്യുന്നത്. വലത്ത് കാല് ഫസ്റ്റ് വെച്ച് അതിൻ്റെ കൂടെ തന്നെ ഇടത്ത് കാല് വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. എന്നിട്ട് വലത്ത് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ നമ്മൾ പോയിട്ട് നമ്മൾ കൈ നിലത്ത് ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇടത്തോട്ട് തന്നെ വരികയാണ്. ഇടത്ത് കാല് ഫസ്റ്റ് വെച്ച് അതിൻ്റെ കൂടെ തന്നെ വലത്ത് കാല് വെച്ചിട്ട് വന്നിട്ട് നിലം ടച്ച് ചെയ്യുക. എല്ലാവരും കാലിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് നോക്കണ്ട. അടുത്തതായി വൈഡ് ടു നാരോ സ്ക്വാട്ടാണ്. നമ്മുടെ കാല് ഷോൾഡറിനേക്കാളും വൈഡാക്കി വെക്കുക, എന്നിട്ട് കോർ ടൈറ്റാക്കി പിടിക്കുക. ഇതിന് ശേഷം നമ്മുടെ ഹിപ്പ് ബാക്കോട്ട് വെച്ചിട്ട് സ്ക്വാട്ട് പൊസിഷനിലിരിക്കുക. അതിനുശേഷം നമ്മൾ നോർമൽ പൊസിഷനിലോട്ട് വരിക, അതായത് നേരോ ആയിട്ട് നമ്മുടെ കാല് അടുപ്പിച്ചാണ് വരുന്നത്. എന്നിട്ട് ഹിപ്പ് ബാക്കോട്ട് ആക്കിയിട്ട് സ്ക്വാട്ട് പൊസിഷനിലിരിക്കുക, പിന്നെ വൈഡാക്കിയിട്ട് സ്ക്വാട്ട് ചെയ്യുക. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യുക. അടുത്തതായി സ്ക്വാട്ട് വിത്ത് ലെഗ് ലിഫ്റ്റ് ആണ്. വയറുള്ളിലോട്ട് ടൈറ്റാക്കി പിടിക്കുക, ഹിപ്പ് പിന്നോട്ട് കൊണ്ടിട്ട് സ്ക്വാട്ട് ചെയ്യുക, എന്നിട്ട് വലത്തെ കാല് പൊന്തിക്കുക. അതിനുശേഷം അടുത്ത സ്ക്വാട്ട് ചെയ്യുക, ഇടത്തെ കാല് പൊന്തിക്കുക. അതിനുശേഷം ഇത് റിപ്പീറ്റ് ചെയ്യുക.